ഈ വിലക്കയറ്റം ഒരു വില്ലനാകുമോ എന്ന ആശങ്ക എല്ലാ മലയാളികൾക്കുമുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ മന്ത്രി GR അനിൽ ചേരുന്നുണ്ട്. സർ, ഈ ഓണക്കാലമാണ് വരുന്നത്. സാധനങ്ങളുടെ വിലക്കയറ്റം, അതായത് അവശ്യ സാധനങ്ങളായി വെളിച്ചെണ്ണ പോലെയുള്ളവയുടെ വിലക്കയറ്റം സാധാരണക്കാരനെ വലിയ ആശങ്കയിലോട്ട് തള്ളിവിടുന്നതാണ്. സപ്ലൈകോകളിലൂടെ എത്തരത്തിലുള്ള വിപണി ഇടപെടൽ നടത്താനാകുമെന്നാണ് കരുതുന്നത്? സപ്ലൈകോ ഫലപ്രദമായിട്ടുള്ള വിപണി ഇടപെടലാണ് ഈ ഓണം കണ്ടുകൊണ്ട് നടത്തിയിരിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളിൽ അരി, അതുപോലെ വെളിച്ചെണ്ണ, അതുപോലെ മുളക് അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ എപ്പോഴും ഓണത്തിന് അല്ലെങ്കിൽ ഉത്സവ നാടുകൾ വില വർദ്ധിക്കുന്ന രീതിയാണ്. എന്നാൽ കേരളത്തിലെ എല്ലാ കാർഡ് ഉടമകൾക്കും ആവശ്യാനുസൃതമായ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഇത്തവണ ഗവൺമെൻറ് സപ്ലൈകോയും ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷ്യവകുപ്പ് തന്നെ റേഷൻ കടകളിലൂടെ 15 കിലോ 10 രൂപ 90 പൈസയ്ക്ക് അരി നൽകുകയാണ്. സപ്ലൈകോയിലെത്തിയാൽ അതേ കാർഡ് ഉടമകൾക്ക് 20 കിലോ അരി 25 രൂപയ്ക്ക് നൽകുകയാണ്. അവർക്ക് ലഭിച്ചിരുന്ന 8 കിലോ അരിക്ക് പുറമെയാണ്. അതുപോലെ മുളക് 500 ഗ്രാം മുളക് സബ്സിഡിയായി നൽകിയിരുന്നെങ്കിൽ ഇത്തവണ ഫലത്തിൽ 2 കിലോ മുളക് 2 തവണയായി വാങ്ങാൻ കഴിയുന്ന സബ്സിഡി നിരക്കിൽ 119 രൂപ നിരക്കിൽ വാങ്ങാൻ കഴിയുന്ന അവസരം ഒരുക്കിയിരിക്കുകയാണ്. വെളിച്ചെണ്ണയുടെ കാര്യം എടുത്തു നോക്കിയാൽ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 349 രൂപ നിരക്കിൽ സപ്ലൈകോയുടെ ശബരി വെളിച്ചെണ്ണ വാങ്ങാൻ കഴിയും. അതുതന്നെ ഈ മാസം വീണ്ടും വാങ്ങാൻ കഴിയുന്ന 2 കിലോ ഫലത്തിൽ ഓണം പ്രമാണിച്ച് വാങ്ങാനുള്ള അവസരം ജനങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ഇതുപോലെ കേരഫെഡിൻ്റെ വെളിച്ചെണ്ണയുടെ മാർക്കറ്റ് വില 529 ആണെങ്കിൽ 445 രൂപയ്ക്ക് സപ്ലൈകോ കടയിൽ നിന്ന് വാങ്ങാം. വിവിധങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിലും പല വിധത്തിൽ വിലക്കിഴിവിലും ഓഫറുകളിലൂടെയും വിവിധ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളടക്കം സപ്ലൈകോയിൽ നിന്ന് വാങ്ങുന്നതിലൂടെ ഓണത്തിന് ഏറെ ആശ്വാസം പകരുന്ന ഒരു നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണ വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഓണം ഫെയറുകൾ തന്നെ 140 നിയോജക മണ്ഡലങ്ങളുടെ നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ നാളെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സംസ്ഥാന തലത്തിൽ പുത്തരിക്കണ്ടത്ത് ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം ജില്ലാ കേന്ദ്രങ്ങളിൽ ഓണം ഫെയറുകൾ, നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിലെ ഔട്ട്ലെറ്റുകൾ വലിയ തോതിൽ ഓണം ഫെയറുകളായി മാറും. ഇതിനെല്ലാം പുറമെ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളില്ലാത്ത പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ, ആ സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ ഇത്തവണയുള്ള പ്രത്യേകത അവിടെ നിന്ന് സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള അവസരം ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആളുകൾക്ക് കയ്യെത്തുന്ന തരത്തിൽ, കയ്യെത്തും ദൂരത്ത് ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായിരിക്കും. ഞാൻ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൻ്റെ ഒരു 2/3 ഭാഗം ജനങ്ങൾ ആശ്രയിക്കുന്ന കേന്ദ്രമായി സപ്ലൈകോ ഓണത്തിന് മാറുമെന്നാണ്. സാധാരണക്കാർക്ക് വലിയ പ്രതിസന്ധിയൊന്നുമില്ലാതെ ഈ ഓണക്കാലവും ആഘോഷിക്കാനാകുമെന്ന് തന്നെയാണ്. അതെ, അതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു അനുഭവം കാണുന്നത്. വിവിധങ്ങളായിട്ടുള്ള ചെറുതും വലുതുമായ സ്ഥാപനങ്ങൾ കിറ്റ് കൊടുക്കാൻ വേണ്ടി വലിയ തോതിൽ സപ്ലൈകോയെ സമീപിക്കുകയാണ്. അതെല്ലാം കാണിക്കുന്നത് ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമാക്കാൻ സഹായിക്കുമെന്നാണ് കാണുന്നത്. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. അതുതന്നെയാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള വിപണി ഇടപെടലിലൂടെ ഈ ഓണക്കാലം വലിയ പ്രതിസന്ധിയില്ലാതെ മലയാളികൾക്ക് ആഘോഷമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് മന്ത്രി സൂചിപ്പിച്ചത്. ക്യാമറാമാൻ സനിലിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.